Hello everyone, welcome to Disha Academy. നമ്മുടെ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യാൻ എക്സാമിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് ആണ്. ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ എക്സാം പാറ്റേൺ നന്നായിട്ട് അറിയണം. എത്ര സ്റ്റേജസ് ആണ് ആ എക്സാമിനുള്ളത്, അതുപോലെ അതിന്റെ സിലബസ് ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് IBPS ക്ലർക്ക് 2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു മാറ്റമാണ് നമുക്ക് എക്സാം പാറ്റേണിൽ കാണാൻ പറ്റുന്നത്. അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷന് ഒരു മാറ്റവും ഇല്ല, എന്നാൽ മെയിൻസ് എക്സാമിനേഷൻ അത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. IBPS ക്ലർക്ക് 2025 സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ അതായത് IBPSന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ IBPS ക്ലർക്ക് ആയതുകൊണ്ടാണ് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്. പ്രിലിമിനറി മെയിൻസ് എക്സാമിനേഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്ക് ഇന്റർവ്യൂ ഒന്നും വരുന്നില്ല. കാരണം PU പോലുള്ള എക്സാമുകൾക്കാണ് നമുക്ക് ഇന്റർവ്യൂ വരുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നമുക്ക് രണ്ട് സ്റ്റേജസ് ആണുള്ളത്, പ്രിലിമിനറി എക്സാമിനേഷൻ ആൻഡ് മെയിൻസ്. അപ്പൊ പ്രിലിമിനറി എക്സാമിനേഷന്റെ പാറ്റേൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫേസ് 1 എന്ന് പറയുന്നത് IBPS ക്ലർക്കിന്റെ ഫേസ് 1 എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. അതിനകത്ത് നമുക്ക് വരുന്ന ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് എബിലിറ്റി ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്ന 3 സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി ആണ്. അതിനകത്ത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു മീഡിയത്തിൽ തന്നെ എഴുതണം. ന്യൂമറിക്കൽ എബിലിറ്റി ആണെങ്കിലും റീസണിങ് എബിലിറ്റി ആണെങ്കിലും ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഒരു സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കേരള ആണെങ്കിൽ നമുക്ക് മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 30 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇംഗ്ലീഷിനുള്ളത്. 30 ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് 30 ആണ്. 30 ഔട്ട് ഓഫ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് ആണ് നമുക്കുള്ളത്. എന്നാൽ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് 20 മിനിറ്റ്സ് ആണ്. ഈ 30 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് 20 മിനിറ്റ് ആണ് ടൈം ഉള്ളത്. അപ്പൊ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് മാറണം. അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത എക്സാം സ്റ്റാർട്ട് ആകും. ന്യൂമറിക്കൽ എബിലിറ്റി ആണത്. ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 35 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ന്യൂമറിക്കൽ എബിലിറ്റി മാത്സിനകത്ത് ചോദിക്കുന്നത്. 35 ക്വസ്റ്റ്യൻസ് ആണ്, 35 മാർക്സ് ആണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. 35 ഔട്ട് ഓഫ് 35 ആണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. 35 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക്. നെഗറ്റീവ് മാർക്കിംഗ് അറിയാലോ, 1/4 0.25 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഈ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് 20 മിനിറ്റ്സ് ആണ്. അപ്പൊ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ റീസണിങ്ങിന്റെ അറ്റൻഡ് ചെയ്യണം, 20 മിനിറ്റ് കൊണ്ട് ന്യൂമറിക്കൽ എബിലിറ്റി അറ്റൻഡ് ചെയ്യണം, 20 മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷ്. അങ്ങനെ 20 മിനിറ്റ്സ് വെച്ചിട്ട് 1 അവറിന്റെ എക്സാം ആണ് നമുക്ക്. ടോട്ടൽ 1 അവറിന്റെ എക്സാം ആണ് 20 മിനിറ്റ്സിൽ ഇംഗ്ലീഷ്. അപ്പൊ 20 മിനിറ്റ്സിൽ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് കിട്ടും. 20 മിനിറ്റ്സിൽ ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 35 മാർക്സ് കിട്ടും. അതുപോലെ 20 മിനിറ്റ്സിൽ റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ് ആണ് സ്കോർ ചെയ്യേണ്ടത്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. അതായത് കാൻഡിഡേറ്റ്സ് ഹാവ് ടു ക്വാളിഫൈ ഇൻ ഈച്ച് ഓഫ് ദ 3 ടെസ്റ്റ്. 3 ടെസ്റ്റ് ഉള്ളതിൽ ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റിയുടെ ടെസ്റ്റ് ഉണ്ട്, റീസണിങ്ങിന്റെ ടെസ്റ്റ് ഉണ്ട്. ഈ 3 ടെസ്റ്റിലും സെപ്പറേറ്റ് ആയിട്ട് ഈച്ച് ഓഫ് ദ 3 ടെസ്റ്റ് ബൈ സെക്യൂറിംഗ് എ കട്ട് ഓഫ് മാർക്സ് ടു ബി ഡിസൈഡഡ് ബൈ IBPS. IBPS ഡിസൈഡ് ചെയ്യുന്ന കട്ട് ഓഫ് മാർക്ക് ഓരോ ടെസ്റ്റിലും. അപ്പൊ ഇംഗ്ലീഷിൽ 30 മാർക്കിൽ ഇപ്പൊ 15 മാർക്കാണ് കട്ട് ഓഫ്, അല്ലെങ്കിൽ 10 മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറയുകയാണെങ്കിൽ ആ 10 മാർക്ക് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്തവർക്ക് മാത്രമേ യൂസ് ഉള്ളൂ. മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് പറയുകയാണ് ഇംഗ്ലീഷിൽ ഒരു 10 മാർക്സ് കട്ട് ഓഫ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഒരു 7 മാർക്സ് കട്ട് ഓഫ് ഉണ്ട്, റീസണിങ് എബിലിറ്റി ഒരു 8 മാർക്സ് കട്ട് ഓഫ് ഉണ്ടെന്ന് വെച്ചോ. ഇംഗ്ലീഷിൽ നിങ്ങൾ 30 സ്കോർ ചെയ്തിട്ട് കാര്യമില്ല, ന്യൂമറിക്കൽ എബിലിറ്റി 6 ഉള്ളെങ്കിൽ. റീസണിങ് നിങ്ങൾ 30 സ്കോർ ചെയ്തിട്ട് കാര്യമില്ല, ന്യൂമറിക്കൽ എബിലിറ്റി 6 ഉള്ളെങ്കിൽ. മനസ്സിലായ? ഓരോന്നിനും സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്, സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അപ്പൊ 20 മിനിറ്റ്സിൽ നിങ്ങൾ ആ സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ മെയിൻസ് എക്സാമിനേഷൻ പോകാൻ പറ്റും. സെക്ഷണൽ കട്ട് ഓഫ് മാത്രമല്ല, ജനറൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം. അതായത് ഇത് സെക്ഷണൽ കട്ട് ഓഫ് കൂടാതെ ഒരു ടോട്ടൽ ഒരു കട്ട് ഓഫ് വെക്കും. ഈ 100 മാർക്കിൽ ഇപ്പം 60 ആണ് കട്ട് ഓഫ് വെക്കുന്നെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണം. പിന്നെ സെക്ഷണൽ കട്ട് ഓഫുകളും ക്ലിയർ ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഹൈ സ്കോർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു കട്ട് ഓഫ് ലിമിറ്റ് ഉണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണം. ടോട്ടൽ അതിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണം. അപ്പൊ 2 കേസസ് ആണ് നമുക്കിവിടെ
ക്ലിയർ ആണല്ലോ അത്. മെയിൻസ് എക്സാമിനേഷന് എത്ര പേരെ സെലക്ട് ചെയ്യണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് IBPS ആ ഒരു സെക്ഷൻ കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. എക്സാം കഴിഞ്ഞ് മെയിൻസിന് നമുക്ക് എത്ര വേക്കൻസി, 10,000 വേക്കൻസി ആണ്, 10,000 വേക്കൻസിക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ ഒരു 2 times 3 times ആൾക്കാരെങ്കിലും നമുക്ക് ഒരു പ്രിലിമിനറി എക്സാം ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കും. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഒരു കേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ. പ്രിലിംസ് നോക്കിയല്ലോ, അതുപോലെ നമുക്ക് മെയിൻസ് നോക്കാം. നമ്മുടെ phase 2 എന്ന് പറയുന്നത് IBPS ക്ലർക്ക് മെയിൻസ് എക്സാമിനേഷൻ ആണ്. നോക്കി റിവൈസ്ഡ് എന്ന് എഴുതിയിരിക്കുന്നതാണോ? എന്താണ് മാറ്റം? എക്സാമിനേഷൻ റിവൈസ്ഡ് ആയിട്ടുള്ള മെയിൻസ് എക്സാമിനേഷന്റെ PDF ആണ് നമുക്ക് നോക്കാനുള്ളത്. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്യുന്നവരാണെങ്കിലും സൈറ്റുകൾ റെഫർ ചെയ്യുന്നവരാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളുടെ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷന്റെ കറക്റ്റ് PDF എല്ലാവരും വായിച്ചിരിക്കണം. എത്ര കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് കാണും. അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് ആ നോട്ടിഫിക്കേഷൻ നല്ല രീതിയിൽ വായിച്ചിരിക്കണം. എക്സാം പാറ്റേൺ, എക്സാമിന്റെ സിലബസ്, അതുപോലെ കട്ട് ഓഫുകളുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്, റിവൈസ്ഡ് ആയിട്ടുള്ളത് കാര്യങ്ങൾ, സെക്ഷണൽ ടൈമിങ്ങിന്റെ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഒന്ന് നോക്കിയിരിക്കണം കേട്ടോ. നമ്മുടെ ആ ഒരു PDF, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ PDF നോക്കിയിരിക്കണം. മാത്രമല്ല എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പാറ്റേൺ, ഈ പാറ്റേണിന്റെ താഴെ വരെ പറയുന്നുണ്ട് എന്തെങ്കിലും മാറ്റം എക്സാം പാറ്റേണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഇത് ഫിക്സഡ് അല്ല, മോസ്റ്റ്ലി ഇത് തന്നെ നടക്കും എങ്കിലും അവർ പറയുന്നുണ്ട് പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് ഇനി വരുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി ഇൻഫോം ചെയ്യും എന്നുള്ള കാര്യം. SBI.in വഴി, സോറി IBPS.in വഴി നിങ്ങളെ ഇൻഫോം ചെയ്യും എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. മെയിൻസിന്റെ എക്സാമിനേഷന് ജനറൽ ഓഫ് ഫിനാൻഷ്യൽ അവയർനെസിന്റെ ടെസ്റ്റ് ഉണ്ട്, ജനറൽ ഓഫ് ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ട്, ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ റീസണിങ് എബിലിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. 4 എക്സാം ഉണ്ട്. 4 എക്സാം ആണ് നിങ്ങളുടെ മുന്നിലുള്ള ജനറൽ ഓഫ് ഫിനാൻഷ്യൽ അവയർനെസ്. ജനറൽ ഓഫ് ഫിനാൻഷ്യൽ അവയർനെസ്സിനകത്ത് 40 ക്വസ്റ്റ്യൻ ചോദിക്കും. 40 ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് 50 മാർക്കാണ് കിട്ടുന്നത്. അതായത് ഒരു 10 ക്വസ്റ്റ്യന് 2 മാർക്കാണ്. മനസ്സിലായോ? 40 ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് 50 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. 20 മിനിറ്റ്സ് ആണ്. അതിനൊരു സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്. സെപ്പറേറ്റ്ലി ടൈംഡ് ആണ് 20 മിനിറ്റ്സ് ആണ് ഉള്ളത്. അതായത് 20 മിനിറ്റ് വേറെ ഒരു ടെസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ 20 മിനിറ്റ്സ് നിങ്ങൾ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, മീഡിയം ഇംഗ്ലീഷ് ആണ്. അത് 40 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്, 40 മാർക്കാണ്. അതുപോലെ റീസണിങ് എബിലിറ്റിയും 40 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, 60 മാർക്കാണ്. റീസണിങ്ങിന്റെ മാർക്സ് 60 ആണ് 40 ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യേണ്ടത്. ഇനി ജനറൽ ഇംഗ്ലീഷിന്റെയും റീസണിങ് എബിലിറ്റിയുടെ ടൈമിംഗ് 35 മിനിറ്റ്സ് ആണ് കേട്ടോ. 35 മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക് 40 മാർക്ക് സ്കോർ ചെയ്യാൻ. 35 മിനിറ്റ് ഉണ്ട് റീസണിങ്ങിന്റെ 60 മാർക്ക് സ്കോർ ചെയ്യാൻ. ഇനി വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 35 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 35 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 50 മാർക്ക് തന്നെയാണ്. അങ്ങനെ ടോട്ടൽ 200 മാർക്സ്. എപ്പോഴും പോലെ മെയിൻസ് എക്സാമിനേഷൻ ഇപ്രാവശ്യം ടോട്ടൽ മാർക്സ് 200 തന്നെയാണ്. പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 155 ആണ്. അങ്ങനെ 120 മിനിറ്റ്സ്. 120 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 2 അവറിന്റെ എക്സാം ആണ്. 2 അവറിൽ 200 മാർക്സ് ആണ് വാങ്ങേണ്ടത്. അതിൽ 50 മാർക്ക് ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് എന്നും, അതുപോലെ 40 മാർക്ക് ഇംഗ്ലീഷ് എന്നും, 60 മാർക്ക് റീസണിംഗ് എന്നും, 50 മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നും ആയിരിക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കേരള ആണെങ്കിൽ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് അറിയാം IBPS ക്ലർക്ക് അല്ലെങ്കിൽ SBI ക്ലർക്ക് ഒക്കെ ആണെങ്കിലും ക്ലർക്ക് പോസ്റ്റുകളെല്ലാം നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരേണ്ടത്. അപ്പൊ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റിന്റെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ സ്റ്റേറ്റിന്റെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് കൂടെ ഉണ്ട്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ദെൻ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ നോളജ്. ഒരു ബാങ്ക് എക്സാം എഴുതുന്ന ഒരാൾക്ക് കമ്പ്യൂട്ടർ നോളജ് മസ്റ്റ് ആണ്. ആ കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നത് നിങ്ങൾ 10th എവിടെയെങ്കിലും IT പഠിച്ചിട്ടുണ്ടെങ്കിലോ, മിക്കവാറും 10th സർട്ടിഫിക്കറ്റിനകത്ത് IT ക്വാളിഫൈഡ് ആണ്. മിക്കവാറും സർട്ടിഫിക്കറ്റ്സിലും 10th IT പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി സബ്ജക്റ്റ് ഉണ്ട്, പാസ് ആയിട്ടുണ്ടായാൽ മതി. അപ്പം കേരളത്തിൽ നിന്ന് എക്സാം എഴുതുന്നവർക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും, അതുപോലെ ഹിന്ദിയിൽ എഴുതാൻ പറ്റും, മലയാളത്തിൽ
മലയാളത്തിൽ എഴുതാൻ പറ്റും. ഇപ്പൊ കേരള IBPS ക്ലർക്കിന്റെ പോസ്റ്റ് കേരളയിലുള്ള ഏതെങ്കിലും ബാങ്കിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളത്തിലൊക്കെ എക്സാം എഴുതാനായിട്ട് പറ്റും. ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത് വെക്കണം. ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ പഠിച്ചത് പ്രിപ്പയർ ചെയ്ത് എല്ലാം ഇംഗ്ലീഷിലായിരിക്കും. അതുകൊണ്ട് തന്നെ മലയാളം സെലക്ട് ചെയ്യാതെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാനാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അബദ്ധത്തിൽ പോലും വേറെ ലാംഗ്വേജ് കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ നമുക്ക് അതുപോലെ തന്നെ ബാങ്കിന്റെ കോഴ്സ് SSC-RRB പോലെ തന്നെ ബാങ്കിന്റെ കോഴ്സുകളും നമ്മുടെ എല്ലാ ഓഫ്ലൈൻ അക്കാഡമീസിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ബ്രാഞ്ചസിൽ നമ്മുടെ ഓഫ്ലൈൻ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം വന്ന് പഠിക്കാൻ പറ്റാത്തവർക്ക്, ഇനി വേറൊരു സ്ഥലത്താണ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. SSC-RRB കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ ബാങ്കിന്റെ ഓൺലൈൻ കോഴ്സസും നമ്മുടെ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യാനുള്ള 2 നമ്പേഴ്സ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. എങ്ങനെയാണ് കോഴ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ബാക്ക് ടു അതുപോലെ ഓൺലൈനില് മെയിൻസ് എക്സാം മിക്കുള്ളവർക്കും ഒരു കൺഫ്യൂഷൻ. പ്രിലിമിനറി എക്സാമിനേഷൻ മാർക്ക് കൗണ്ട് ചെയ്യോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ ഉണ്ടല്ലോ, മെയിൻസ് എക്സാമിനേഷന്റെ മാർക്ക് മാത്രമേ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിംഗിൽ കൺസിഡർ ചെയ്യൂ. അതായത് നിങ്ങൾ പ്രിലിംസിൽ എത്ര മാർക്ക് വാങ്ങിയാലും, ഒരാള് കട്ട് ഓഫ് 60 ആണെങ്കിൽ 61 വാങ്ങി, ഒരാള് 100 വാങ്ങി, രണ്ടുപേർക്കും ഒരേ പ്രിഫറൻസ് ആയിരിക്കും മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. പിന്നെ മെയിൻസിന് ആരാണോ മാർക്ക് വാങ്ങുന്നത് അവർക്കായിരിക്കും എന്തെന്ന് പറയുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു എക്സാം എഴുതാൻ നേരത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്ത സിലബസ് നോക്കാം. IBPS ക്ലർക്കിന്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ്. അപ്പൊ ഇംഗ്ലീഷ് നോക്കാം ആദ്യം. ഇംഗ്ലീഷിനകത്ത് റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതുപോലെ ക്ലോസ് ടെസ്റ്റ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, അതുപോലെ നമ്പർ സീരീസ്. മാത്സിനകത്ത് വരുമ്പോൾ നമ്പർ സീരീസ്, സിംപ്ലിഫിക്കേഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, ക്ലോസ് ടെസ്റ്റ് ഉണ്ട് ഇംഗ്ലീഷിൽ വരുന്നത്. പിന്നെ ഫില്ലേഴ്സ് വരുന്നുണ്ട്, സ്പോട്ടിംഗ് റെസ്പോട്ടിംഗ് ഉണ്ട്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ ടോപ്പിക്സ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മാത്സിന്റെ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ മാത്സിന്റെ ടോപ്പിക്സ് വരുന്നത് നമ്പർ സീരീസ് ഉണ്ട്, സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഡേറ്റ സഫിഷ്യൻസി, മിസ്ലേനിയസ്. ഇങ്ങനെയാണ് നമ്മുടെ മാത്സ് ടോപ്പിക്സ് വരുന്നത്. അതുപോലെ റീസണിംഗ് ആകുമ്പോൾ പെർസൺസ് ആൻഡ് അറേഞ്ച്മെന്റ്സ്, ഇൻക്വാലിറ്റി, സിലോജിസം, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻസ്, ഡയറക്ഷൻ സെൻസ്, ഓർഡർ ആൻഡ് റാങ്കിങ്. അതുപോലെ നമുക്ക് അടുത്ത വരുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ആണ്. അത് മെയിൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹിസ്റ്ററി ആൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ഇൻപുട്ട് ഡിവൈസസ്, കമ്പ്യൂട്ടർ ലാംഗ്വേജ് ബേസിക്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, അങ്ങനെ പോകുന്നു. അതുപോലെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ്, ഗവൺമെന്റ് സ്കീംസ് ആൻഡ് പോളിസീസ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് സ്റ്റാറ്റിക് അവയർനെസ്. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സിലബസ് വരുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓൾറെഡി ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കാണ് നിങ്ങൾ അല്ലെ. ഈ ഒരു മന്ത് ഒക്കെ നിങ്ങൾ ഓൾറെഡി SBI POയുടെ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. IBPS POയുടെ എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ IBPS ക്ലർക്കിന്റെ
എക്സാമിന് ഇനി കുറച്ച് ടൈം കൂടി ഉള്ളൂ. അടുത്തിനി RRB വരുന്നുണ്ട്. അപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർക്ക് ഇനി റിവിഷൻ ടൈമാണ്. മാക്സിമം PYQs എടുത്തിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയാണ് എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും എക്സാമിന്റെ പ്രിപ്പറേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, ബൈ.